എന്ത് സമാധാനം? നമ്മുടെ പാലാരിവട്ടം പാലം തകർന്നത് എല്ലാവർക്കും അറിയാമല്ലോ. രണ്ടാൾ മരിക്കുകയും ചെയ്തു. ഒരു കാര്യം ചെയ്യാം, 1 മിനിറ്റ് ഒരു മൗന പ്രാർത്ഥന നടത്തിയിട്ട് നമുക്ക് പരിപാടിയിൽ ആരംഭിക്കാം. എല്ലാവരും 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. എല്ലാവരും 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ഓക്കെ, ബഹുമാനപ്പെട്ട മെമ്പേഴ്സ് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ പാലം തകർന്നു പോയി. അത് ഒരു നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ചർച്ച നമുക്ക് നടത്താം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഓക്കെ. പ്രസിഡന്റ്, നിങ്ങൾ ജയിച്ചപ്പോ തന്നെ എല്ലാം പാളി. പിന്നെ പാലാരിവട്ടം പാലത്തിന്റെ കാര്യമൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പേഴ്സണൽ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല. പിന്നെ എന്തോന്ന് പേഴ്സണല്? ഇത് പേഴ്സണൽ കാര്യങ്ങളല്ലേ പറഞ്ഞപ്പോ? അങ്ങനെ പറയരുത്. നമ്മൾ എല്ലാവരും പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും രണ്ടും തുല്യ. നിങ്ങൾ അധികം ഒന്നും മിണ്ടണ്ട, കണക്കെടുക്ക്. കണക്കെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എഞ്ചിനീയർ കണക്കെടുക്ക്. കണക്കുകളൊന്ന് കാണിക്കൂ. കണക്ക് RCC എന്ന് വെച്ചാൽ റീജിയണൽ ക്യാൻസർ സെന്റർ അല്ല. RCC എന്ന് വെച്ചാൽ റീജിയണൽ സിമന്റ് കോൺക്രീറ്റ് റൂൾ. സർക്കാർ റൂൾ അനുസരിച്ച് 6 കുട്ട മണലിന് 6 കുട്ട മെറ്റല് 1 പാക്കറ്റ് സിമന്റ്. ഇവിടെ യൂസ് ചെയ്തത് 9 കുട്ട മണലില് 9 കുട്ട മെറ്റല് 1 പാക്കറ്റ് സിമന്റ് കേട്ടോ. ഗവൺമെന്റ് റൂൾ അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 9 കുട്ട മണലിട്ടോ. പാലം പൊടി ഒളിപ്പിച്ച് വെച്ച സിമെന്റിന്റെ കണക്ക് പറയടോ. നിനക്കൊന്നും പറയാനില്ലേ? അറിവനുസരിച്ച് കമ്പി മണലൊക്കെ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്മിറ്റി വെച്ച് അന്വേഷിക്കാം. പിന്നെ അതുണ്ടാക്കും 15 ദിവസത്തിന്റെ. എന്നിട്ട് വേണോ ഇവൻ വേറൊരു വീട് വെക്കാനായിട്ട്? പ്രസിഡന്റ് 2 വീടുണ്ടാക്കും. തന്നെ പൊട്ടത്തല്ല പൊട്ടിച്ചിട്ട് അതിന്റെ ഓംലെറ്റ് ഉണ്ടാക്കി താൻ ജീവിച്ചോളണം. അല്ലാതെ പാലാരിവട്ടം പാലം പൊളിച്ചിട്ടല്ല ജീവിക്കണം. ഒരാൾ പറയും എന്താ പറയുന്നത്? തനിക്ക് എന്താക്കാൻ പറ്റും? പാലാരിവട്ടം പാലത്തിന്റെ ഒരു കമ്മീഷനെ വെച്ച് ആലോചിക്കാം. പാലം ഇതിന് മുമ്പ് വീണിട്ടുണ്ട്, ഇനിയും ചിലപ്പോൾ വീഴും. അതൊക്കെ ഒരു അന്വേഷിക്കാം. വീഴാനല്ല ഞങ്ങൾ പാലം പണിയണത്. ഈ കമ്പിയും മണലൊക്കെ ഉപയോഗിച്ച് പണിയണല്ലേ, ചിലപ്പോൾ സംഭവിച്ചിരിക്കും. അത് അന്വേഷിക്കാം. രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഭൂരിപക്ഷം ഉള്ളതാണ് ഇവിടെ. രാജിവെക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അതാണ് പറഞ്ഞത്. ഒരു 15 ദിവസത്തെ സമയം എന്താ അന്വേഷിച്ച് തീരുമാനിക്കാം നമുക്ക്. നമുക്ക് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി തീരുമാനിക്കാം.